നമസ്കാരം. നമ്മളെല്ലാവരും ഓൺലൈൻ വഴി ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളുകളാണല്ലേ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, അതുപോലെ തന്നെ മിന്ത്ര, ഈ പറഞ്ഞ എല്ലാവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ഡ്രസ്സാണെങ്കിലും മറ്റേ ഇലക്ട്രോണിക്സ് സാധനമാണെങ്കിലും ഇന്ന് വേണ്ട നമ്മൾ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഓൺലൈനാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ രീതിയിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കൊടുക്കും. രണ്ടാമത്തേത് നമ്മൾ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത്. അതായത് നമ്മളെ ഡെബിറ്റ് കാർഡിൻ്റെയും ക്രെഡിറ്റ് കാർഡിൻ്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ് നമ്മൾ സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ കാർഡിൻ്റെ വിവരങ്ങൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരുടെ ഉള്ളിൽ ചെറിയൊരു ആശങ്കയുണ്ട്. എന്തായിരിക്കും, കാരണം നമ്മുടെ കാർഡ് മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് നഷ്ടപ്പെടുമോ എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാരണം ഒരുപാട് പേരുടെ ഇങ്ങനെ കാശ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല എന്നാണ് RBI പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നടത്തുന്ന നമ്മുടെ ട്രാൻസാക്ഷൻസ് കുറച്ച് സേഫ് ആക്കുന്നതിന് വേണ്ടി RBI പുതിയ റൂൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഒരു മെത്തേഡാണ് ടോക്കണൈസേഷൻ മെത്തേഡ്. ഈ ഒരു 1-ാം തീയതി തൊട്ട്, അടുത്ത മാസം ഒക്ടോബർ 1-ാം തീയതി തൊട്ട് ആ റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഈ ടോക്കണൈസേഷൻ, ഇതിൻ്റെ ബെനിഫിറ്റ് എന്തെല്ലാമാണ്, എങ്ങനെയാണ് ഇതൊരു കസ്റ്റമർ ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളെല്ലാമാണ് ഇന്ന്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്താണ് ഈ ടോക്കണൈസേഷൻ? നിലവിൽ നമ്മളിപ്പോൾ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അതായത് നമ്മളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, നമ്മുടെ പേര്, നമ്മുടെ ബാങ്കിൻ്റെ പേര്, നമ്മുടെ കാർഡിൻ്റെ അവസാനത്തെ 4 അക്ക നമ്പർ, അതേപോലെ തന്നെ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ കാർഡിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നമ്മുടെ ഈ രീതിയിലുള്ള കമ്പനികൾ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 1-ാം തീയതിക്ക് ശേഷം ഈ രീതിയിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ സെർവറിൽ നിന്നും അവർ ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അങ്ങോട്ട് ഒരു ടോക്കണൈസേഷൻ മെത്തേഡിലായിരിക്കും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ടോക്കണൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസിന് പകരം ഒരു ടോക്കൺ മെത്തേഡിലായിരിക്കും നമ്മുടെ ഡാറ്റാസ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിപ്പോൾ ഓരോ കമ്പനിക്കും, അതായത് ആമസോണിന് വേണ്ടി ഒരു ടോക്കൺ ആയിരിക്കും, ഫ്ലിപ്കാർട്ടിന് വേണ്ടി ഒരു ടോക്കൺ ആയിരിക്കും, അങ്ങനെ ഇൻഡിവിജ്വൽ ടോക്കൺ വൈസ് ആയിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റാസ് കൂടുതൽ സേഫ് ആയിരിക്കും. ഇത് മറ്റുള്ളവർക്ക് കിട്ടുകയാണെങ്കിൽ പോലും നമുക്കത് മിസ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് RBI പറഞ്ഞു വരുന്നത്. അതുപോലെ നമ്മുടെ കാർഡിൻ്റെ വിവരങ്ങൾ നമ്മുടെ ബാങ്കും, നമുക്ക് ഏത് ബാങ്കാണ് നമുക്ക് കാർഡ് തരുന്നത് ആ ബാങ്കിനും, അതുപോലെ തന്നെ ഏത് നെറ്റ്വർക്കാണ് നമുക്ക് തരുന്നത്, അതായത് മാസ്റ്റർ കാർഡ്, വിസ കാർഡ് തുടങ്ങിയ നെറ്റ്വർക്കുകൾ. അപ്പോൾ ഈ രീതിയിൽ ഈ 2 പേർക്കും മാത്രമായിരിക്കും നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യപ്പെടുന്നില്ല എന്നൊരു ബെനിഫിറ്റാണ് ഇതിൽ വരാൻ പോകുന്നത്. ഇതിന് പ്രത്യേകിച്ച് കസ്റ്റമറുടെ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് കാശോ എക്സ്ട്രാ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കേണ്ടതായിട്ടില്ല. ഇനി എവിടെയൊക്കെയാണ് ഈ ഒരു ടോക്കണൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കുക എന്ന് നോക്കാം. നമ്മൾ ഈ ഓൺലൈൻ പർച്ചേസ്, ആമസോൺ പോലെയുള്ള ഓൺലൈൻ പർച്ചേസുകളും അതുപോലെ തന്നെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് ചെയ്യുന്ന പർച്ചേസുകളിലുമാണ് നമ്മൾ ഈ ടോക്കണൈസേഷൻ മെത്തേഡ് വരാൻ പോകുന്നത്. നമ്മൾ ഈ പോയിന്റ് ഓഫ് സർവീസ്, നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് ചെയ്യുന്ന ആ രീതിയിലുള്ള നമ്മൾ ട്രാൻസാക്ഷൻ നടക്കുന്നിടത്ത് ഈ ഒരു ടോക്കണൈസേഷൻ മെത്തേഡ് അല്ല നടക്കുന്നത്. നമുക്ക് നമ്മുടെ മൊബൈൽ അതുപോലെ ടാബുകളിലുമാണ് ഇപ്പോൾ ഈ ഒരു ഫെസിലിറ്റി ഉള്ളത്. നമ്മുടെ സ്മാർട്ട് വാച്ച് പോലെയുള്ള ഡിവൈസുകളിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ടോക്കണൈസേഷനും ഡീടോക്കണൈസേഷൻ ചെയ്യാനുള്ള റൈറ്റ്സ് എന്ന് പറയുന്നത് ഏത് നെറ്റ്വർക്കാണോ നമുക്ക് കാർഡ് തന്നിരിക്കുന്നത് അവർക്ക് മാത്രമായിരിക്കും ടോക്കണൈസേഷൻ്റെയും അതുപോലെ ഡീടോക്കണൈസേഷൻ റൈറ്റ്സ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ടോക്കണൈസേഷൻ മെത്തേഡിലേക്ക് മാറുമ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർഡിലെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഷെയർ ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ടായിരിക്കും നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം നടക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഈ ടോക്കണൈസേഷൻ രീതിയിൽ നമ്മുടെ ട്രാൻസാക്ഷൻ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും പറയുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺസ് നമ്മുടെ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ കാർഡിൻ്റെ വിവരങ്ങൾ കൊടുക്കേണ്ടതില്ല എന്നൊരു അഡ്വാൻറ്റേജ് ആണ് ഇവിടെ ഉള്ളത്. ഓരോ കമ്പനിക്കും, അതായത് ആമസോണിന് ഒരു ടോക്കൺ ആയിരിക്കും, ഫ്ലിപ്കാർട്ടിന് ഒരു ടോക്കൺ ആയിരിക്കും, ഇങ്ങനെ ഇൻഡിവിജ്വൽ ഓരോ കമ്പനിക്കും വെവ്വേറെ ടോക്കൺ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ കൂടുതൽ സേഫ് ആയിരിക്കും നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ നടക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ടോക്കണൈസേഷൻ മെത്തേഡ് നമുക്ക് എത്ര ഡിവൈസിൽ വേണമെങ്കിലും ആക്ടിവേറ്റ് ചെയ്ത് വെക്കാം എന്നൊരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. അതിനിപ്പോൾ യാതൊരു ലിമിറ്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ RBI കൊണ്ടുവന്ന പുതിയ റൂൾ. ടോക്കണൈസേഷൻ ഒക്ടോബർ 1-ാം തീയതി മുതലാണ് ഇത് നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.